ഒറ്റയ്ക്കിരിക്കുകയാണ്. കാരണം എന്താണ്? ഹിസ് 2 brothers and little sister had flown away the day before. തൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ഒരു ദിവസം മുമ്പ് തന്നെ പറന്നുപോയി. ഇവനെ കളിയാക്കിയൊക്കെ ചെയ്തു. ഇവന് ആരും ആഹാരമൊന്നും കൊണ്ട് കൊടുത്തില്ല അല്ലേ? അവൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അല്ലേ? ആ പത്തറ്റിക് സ്റ്റേറ്റ് വ്യക്തമാക്കുന്ന എന്താണ്? എല്ലായിടം ഫുഡിന് വേണ്ടി തിരഞ്ഞു. അവസാനം ഹി ഏറ്റ് ഹിസ് ഓൺ എഗ്ഷെൽ, സ്വന്തം മുട്ടത്തോട് കൊത്തി തിന്നു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവൻ എങ്ങനെയെങ്കിലും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് എത്താൻ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും നടന്നു. പിന്നെ 2 വശത്തുനിന്ന് കുത്തനെയുള്ള ചെങ്കുത്തായ ഇറക്കവും താഴെ കടലും. ഹി ട്രൈ ടു മൂവ് നോർത്ത് വേർഡ്സ് വടക്ക് ദിശയിലൂടെ പോകാൻ നോക്കിയപ്പോൾ എന്താണ്? പുറകെ എന്താ കണ്ടത്? ഇതുപോലെ ഉയർന്ന ചെങ്കുത്തായ പാറ അല്ലേ? അപ്പോൾ അതിലേ പോകാൻ പറ്റുമോ? പോകാനും പറ്റത്തില്ല അല്ലേ? ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. നോക്കാം തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാം. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അത് ഒരു കണ്ണടച്ചു, പിന്നെ മറ്റേ കണ്ണടച്ചു. Still they took no notice of him. എന്നിട്ടും ആരും അവനെ മൈൻഡ് ചെയ്തില്ല. He saw his 2 brothers and his sister lying on the plateau dozing. പിന്നെ അവൻ കണ്ടു അവൻ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ആ പാറപ്പുറത്ത് കിടന്ന് മയങ്ങുന്നവരാണ്. With their heads sunk into their necks. His father was preening the feathers on his white back. അച്ഛൻ എന്ത് ചെയ്യുന്നു? തൻ്റെ തൂവലുകളെല്ലാം കൊത്തി വൃത്തിയാക്കുന്നു, പ്രീനിങ്. Only his mother was looking at him. അവനെ മൈൻഡ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണത്? അവൻ്റെ അമ്മ. She was standing on a little high hump on the plateau. അപ്പോൾ ആ പീഠഭൂമിയിൽ ഒരു പാറ ഇങ്ങനെ ഉയർന്നിരിക്കുന്നു, അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. Her white breast thrust forward. നെഞ്ച് മുന്നിലേക്ക് ഉന്തി. Now and again she tore at a piece of fish that lay at her feet. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു മീനിനെ എടുത്തിങ്ങനെ കൊത്തിക്കയറുന്നു. And then scraped each side of her beak on the rock. എന്ത് ചെയ്തു? ആ ചുണ്ടിൻ്റെ ഓരോ എന്താണ് ആ ബീക്ക്. Then scraped each side of her beak on the rock. The sight of the food maddened him. ഈ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. How he loved to tear food that way. അവന് കൊതിയായി ഭക്ഷണം അങ്ങനെ കീറിയെടുക്കാൻ. Scraping his beak now and again. ആ കൊക്ക് ഇടയ്ക്കിടയ്ക്ക് പാറപ്പുറത്തിട്ട് വരയ്ക്കുന്നു. ടു വെറ്റ് മൂർച്ച കൂട്ടാൻ. He uttered a low cackle. ശബ്ദം താഴ്ത്തി അവനൊന്ന് കരഞ്ഞു. His mother cackled too. അമ്മയും കരഞ്ഞു. And looked at him. അവനെ നോക്കി. Gaga, he cried, begging her to bring him over something. അവൻ യാചിച്ചു തനിക്കൊരൽപ്പം ഫുഡ് കൊണ്ട് തന്നെ. Gauluva, she screamed back mockingly. അമ്മ തിരിച്ച് പരിഹാസത്തോടെ കരഞ്ഞു. But he kept calling plaintively. പക്ഷെ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു ശോകമായ ഒരു ശബ്ദത്തിൽ. And after a minute or so, 1 മിനിറ്റോ മറ്റോ കഴിഞ്ഞപ്പോൾ, he uttered a joyful scream. സന്തോഷത്തോടെ അവൻ ഒച്ച പുറപ്പെടുവിച്ചു. കാരണം എന്താണ്? His mother had picked up a piece of fish. അതിലൊരു കഷ്ണം മീൻ അമ്മ കൊത്തിയെടുത്തു. And was flying across to him with it. അതും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു. He leaned out eagerly. അവൻ കൊതിയോടെ മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു. Tapping the rock with his feet. കാലുകൊണ്ട് ആ പാറപ്പുറത്ത് ഇങ്ങനെ തട്ടി. Trying to get nearer to her as she flew across. വിശപ്പുകാരൻ അവന് ഭ്രാന്തിളകി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ എത്തും മുമ്പേ അവന് ആ മീനിൽ കൊത്തണം. അപ്പോൾ അവൻ പാറയുടെ തുമ്പിലാണ് നിൽക്കുന്നത്. അതൊന്നും ഓർക്കാതെ അവൻ മുന്നോട്ടാണ്. But when she was just opposite to him, abreast of the ledge, പക്ഷേ അവൻ്റെ ഓപ്പോസിറ്റ് എത്തി, നേരെ ലെവലിൽ എത്തിയപ്പോൾ she halted. അവൾ നിന്നു.
Her legs hanging limp. കാലുകൾ ചലിക്കുന്നില്ല. Her wings motionless. ചിറകുകൾ ചലിക്കുന്നില്ല. The piece of fish in her beak almost within reach of his beak. അപ്പോൾ അമ്മയുടെ ചുണ്ടിലുള്ള ആ ഫിഷ് ഓൾമോസ്റ്റ് വിതിൻ ഹിസ് റീച്ച്. എന്താണ്? ഏകദേശം ഇവനത് കിട്ടും. He waited a moment in surprise. ഒരു നിമിഷം അവൻ He waited a moment in surprise. ഒരു നിമിഷം അവൻ അത്ഭുതത്തോടെ കാത്തുനിന്നു. Wondering why she did not come nearer. എന്തുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നാലോചിച്ചു. And then, maddened by hunger, വിശന്ന് ഭ്രാന്തിളകി, he dived at the fish. എന്ത് ചെയ്തു? ആ മീനിന്റെ നേരെ എടുത്തൊരൊറ്റ ചാട്ടം. With a loud scream, he fell outwards and downwards into space. പുറത്തേക്ക്, താഴേക്ക് വീണു. His mother had swooped upwards. അമ്മ മുകളിലേക്ക് പോയി. His mother had swooped upwards as he passed beneath her. അപ്പോൾ അമ്മ മുകളിലേക്ക് വീണടിയിലേക്ക്. He heard the swish of her wings. ആ ചിറകിന്റെ ശബ്ദം കേട്ടു. Then a monstrous terror seized him. ഒരു വല്ലാത്തൊരു ഭയം അവനെ പിടികൂടി. And his heart stood still. അവന്റെ ഹൃദയം അങ്ങ് നിലച്ചു. പേടി കാരണം ഒരു നിമിഷം ഹൃദയം നിശ്ചലമായി. And his heart stood still. But it only lasted a moment. പക്ഷെ അത് ഒരു ക്ഷണനേരത്തേക്കുണ്ടായിരുന്നു. But it only lasted a moment. The next moment he felt his wings spread outwards. കാരണം ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കെല്ലാം ജന്മസിദ്ധമായ ചില കഴിവുകളുണ്ട്. അപ്പോൾ അവർക്ക് പറക്കുക എന്നുള്ള അവർ ജന്മസിദ്ധമായ കഴിവാണ്. അവർ ഞാൻ ട്രെയിനിങ് കൊടുക്കണ്ട. അപ്പോൾ അടുത്ത നിമിഷം അറിയാതെ എന്ത് സംഭവിച്ചു? അവന്റെ ചിറകങ്ങ് വിടർന്നു. അവൻ വിടർന്നു. The wind rushed against his breast feathers. കാറ്റ് അവന്റെ നെഞ്ചിലേക്ക് അടിച്ചു. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring. ഇപ്പോൾ അവൻ താഴേക്ക് പതിക്കുകയല്ലായിരുന്നു. He was soaring. Soaring means rising. He was soaring gradually. Gradually means പതുക്കെ. Downwards and outwards. താഴേക്കും പുറത്തേക്കും. He was no longer afraid. അവന്റെ പേടിയെല്ലാം പമ്പ കടന്നു. He just felt a bit dizzy. Dizzy എന്ന് പറഞ്ഞാൽ തല കറങ്ങുന്നു. ചെറിയൊരു താഴേക്കുള്ള ആദ്യമുള്ള വീഴ്ചയിൽ ഒന്ന് തല കറങ്ങി, ഒന്ന് ഭയന്ന പോലെ. Then he flapped his wings once. പിന്നെ ചിറക് ഒരു പ്രാവശ്യം അടിച്ചു. And soared upwards. പിന്നെ ചിറക് വീണ്ടും അടിക്കും. ചിറകടിക്കുമ്പോൾ മുകളിലേക്ക് വരികയാണ് അല്ലേ? And he soared upwards. അവൻ മുകളിലേക്ക് പറന്നു പോന്നു. He uttered a joyous scream. സന്തോഷത്തോടെ അവൻ ഒച്ച പുറപ്പെടുവിച്ചു. And flapped them again. വീണ്ടും ചിറകടിച്ചു. He soared higher. കുറെ കൂടെ മുകളിലേക്ക് വരുന്നു. He raised his breast and backed against the wind. അല്ലേ? കാറ്റിനെ ഇങ്ങനെ ഫേസ് ചെയ്തു. ഗാ 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 ഗാളുവ. ഇപ്പൊ കടൽ കാക്കകളെല്ലാം സന്തോഷത്തോടെ ഒച്ച പുറപ്പെടുവിക്കുകയാണ്. His mother swooped past him. അമ്മ അവനെ കടന്നു പോയി. Her wings making a loud noise. ആ ചിറകുകൾ വളരെ ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ട്. He answered her with another scream. വീണ്ടും ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു. Then his father flew over and screamed. പിന്നെ അച്ഛൻ അവന്റെ മുകളിലൂടെ പറഞ്ഞു. Then he saw his two brothers and his sister flying around him. പിന്നെ കണ്ടതാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും അല്ലേ അവന് ചുറ്റും പറക്കുന്നുണ്ട്. സോറിങ് ആൻഡ് ഡൈവിങ്. മുകളിലേക്ക് പോകുന്നു, അതുപോലെ താഴേക്ക്. Then he completely forgot that he had not always been able to fly
and commenced to dive and soar, shrieking shrilly. അതോടെ പറക്കാൻ അറിഞ്ഞൂടാത്തൊരു കടൽ പക്ഷിയാണ് താൻ എന്നുള്ള കാര്യമേ അവൻ മറന്നു. And he began to dive and soar. ഡൈവ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക, സോർ മുകളിലേക്ക്. ഷ്രീക്കിംഗ് ഹൈ പിച്ച് അല്ലേ, ഹൈ പിച്ചിൽ ശബ്ദം പുറപ്പെടുവിച്ചുണ്ട്. ഷ്രില്ലി ബാസ് ട്രബിൾ കൂടിയാണ് ഷ്രിൽ സൗണ്ട്. ഓക്കെ, ബാസ് കുറവ് ട്രബിൾ കൂടി. അപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ, സന്തോഷം കൊണ്ട് അവർക്ക് എല്ലാ കുടുംബത്തിനും മുഴുവൻ സന്തോഷമായി, എല്ലാവരും പറക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? എങ്ങനെയാണ് ഈ സീകൾ അവസാനമായി അല്ലെങ്കിൽ ആദ്യമായി പറന്നത് അല്ലേ? ആദ്യമായി പറഞ്ഞത് എങ്ങനെയാണ്? അവൻ്റെ അമ്മ പ്രയോഗിച്ച ഒരു ട്രിക്ക് അല്ലേ, ആ ട്രിക്കിലൂടെയാണ് അവൻ പറക്കാൻ കഴിയുന്നത്. അമ്മ എന്ത് ചെയ്തു അല്ലേ? വാട്ട് did the mother do? The mother tempted him. ഈ വാക്ക് ഓർത്ത് വെച്ചോളാം, tempted, പ്രലോഭിപ്പിച്ചു അല്ലേ? അമ്മ എങ്ങനെ പ്രലോഭിപ്പിച്ചത്? The mother tempted him with a piece of fish അല്ലേ? ഒരു കഷ്ണം മീൻ ഉപയോഗിച്ചുകൊണ്ട് അവനെ പ്രലോഭിപ്പിച്ചു. ആ മീനും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തൊട്ടടുത്തെത്തിയപ്പോൾ അമ്മ എങ്ങനെ നിന്നു. അപ്പം മാഡൻഡ് ബൈ ഹങ്കർ, വിശന്ന് ഭ്രാന്തിളകി, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ മീനിൻ്റെ നേരെ എടുത്തൊരു ഒറ്റ ചാട്ടം അല്ലേ, ഹി ഫെൽ ഡൗൺവേർഡ്സ്, താഴേക്ക് പോയി അല്ലേ. ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിലച്ചു. പക്ഷെ അടുത്ത നിമിഷം സംഭവിച്ചു, അവൻ ഭയത്തെ മറികടന്നുകൊണ്ട് അവൻ ചിറകടിച്ച് അല്ലേ മുകളിലേക്ക് പറന്ന് പോന്നു അല്ലേ. പാരൻസ് എല്ലാം ആനന്ദത്തോടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും അവരെല്ലാവരും പറഞ്ഞു അല്ലേ. ഇങ്ങനെയാണ് സ്ത്രീകൾ ആദ്യമായി പറന്നത്. അപ്പോൾ ഈ പറക്കലിൻ്റെ പ്രക്രിയ പൂർണ്ണമായില്ല, ഇനി പറന്ന് ഇന്ന് കടലിൽ ലാൻഡ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ അല്ലേ. വിമാനം പറപ്പിക്കാൻ പഠിച്ചാൽ മാത്രം മതിയോ? പറപ്പിച്ചത് സേഫായിട്ട് തറയിൽ ഇറക്കിയില്ലെങ്കിൽ തീർന്നു അല്ലേ. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായില്ലേ. അപ്പോൾ അതുപോലെ അല്ലേ, ഇപ്പോൾ ലാൻഡിങ് ശരിയല്ലെങ്കിൽ, ഒരു ശകലം പിഴച്ചാൽ, ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ റൺവേയുടെ വളരെ നടുക്കൊക്കെ ആയിരിക്കും ചെന്ന് ഇറങ്ങുന്നത്. അവസാനം അതെവിടെയെങ്കിലും ഇടിച്ച് അല്ലേ വിമാനം ഒരു അഗ്നിഗോളമായി മാറി എല്ലാവരും മരിക്കും. അപ്പോൾ അതുപോലെ കറക്റ്റ് പ്രിസൈസ് ആയിരിക്കണം, കൃത്യതയോടെ ആയിരിക്കും നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ അവസാന ഭാഗമാണ്, ശ്രദ്ധിച്ചു. ഹി വാസ് നൗ ഓവർ ദ സീ നൗ. ഇപ്പോൾ കടലിൻ്റെ മുകളിലാണ്, ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷൻ. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. താഴെ കടൽ കണ്ടു. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓളങ്ങൾ കടലിൽ കാണാം. കാരണം കടലിൽ നടുക്കടലിൽ തിരയില്ലല്ലോ അല്ലേ. അപ്പോൾ ആൻഡ് ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രോഡ് അമ്യൂസ്ഡ്ലി. അവൻ സന്തോഷത്തോടെ ക്രോ ചെയ്തു, ഒന്ന് കരഞ്ഞു. His parents and his brothers and his sister had landed on the green floor in front of him. അപ്പോൾ താഴെ കാണുന്ന ആ കടലിൽ അവരെല്ലാവരും ലാൻഡ് ചെയ്തു. They were beckoning to him. beckoning പുതിയ വാക്കാണ്. beckoning എന്ന് പറഞ്ഞാൽ calling. ഓക്കെ, calling വിളിക്കുന്നു. They were beckoning to him, calling shrilly, ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്. He dropped his legs to stand on the green sea. അവൻ ചെന്ന് എന്ത് ചെയ്തു? അവൻ ചെന്ന് കടലിൽ അങ്ങ് ലാൻഡ് ചെയ്ത് കൊടുത്തു. His legs sank into it. കാലുകൾ ആ വെള്ളത്തിലേക്ക് താന്നു. He screamed with fright. അല്ലേ, ഭയന്ന് ഒച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചു. And attempted to rise again. ഉയരാൻ ശ്രമിച്ചു. Flapping his wings, ചിറകടിച്ചു. But he was tired. പക്ഷെ അവൻ ആകെ ക്ഷീണിതനായിരുന്നു. And weak with the hunger. ആകെ ദുർബലനായിരുന്നു. And he could not rise. ഉയരാൻ കഴിഞ്ഞില്ല. Exhausted by the strange exercise. ആകെ തളർന്നുപോയി. His feet sank into the green sea. കാലുകൾ കുറെ കൂടെ ആ കടലിലേക്ക് താന്നു. And then his belly touched it. വയറ് ചെന്ന വെള്ളത്തിൽ സ്പർശിച്ചു. And he sank no further. പക്ഷേ പിന്നെ അങ്ങോട്ട് മുങ്ങുന്നില്ല അല്ലേ. അപ്പോൾ അവൻ ആ കാല് ചെന്ന് വെള്ളത്തിൽ തട്ടി പോകാൻ ഭയന്നു പോയി. പക്ഷേ വയറ് ചെന്ന് വെള്ളത്തിൽ മുട്ടിയ ശേഷം പിന്നെ മുങ്ങുന്നില്ല അല്ലേ. He sank no further. He was floating on it. അവൻ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊന്നിക്കിടക്കുകയായിരുന്നു. ആൻഡ് അറൗണ്ട് ഹിം, അവന് ചുറ്റും his family was screaming അല്ലേ, എല്ലാവരും ഉച്ചത്തിൽ സൗണ്ട് പുറപ്പെടുവിക്കുന്നു. praising him, അവനെ പുകഴ്ത്തുന്നു. And their beaks were offering him scraps of dogfish.
എല്ലാവരും അവന് മീൻ കഷ്ണങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. ഡോഗ് ഫിഷ് എന്നാൽ ഷാർക്ക് ഉണ്ടല്ലോ, ഷാർക്കിൻ്റെ ചില കഷ്ണങ്ങൾ, സ്രാവ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആദ്യത്തെ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നമ്മൾ പഠിച്ച ആദ്യത്തെ പാഠം വിജയത്തിൻ്റെ കഥയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ജീവിതത്തിലും വിജയം ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മുടെ കരിക്കുലം കമ്മിറ്റി ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് വേണമെന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് വേണ്ടതാണ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം അല്ലേ? വിൽ പവർ, ഇച്ഛാശക്തി അല്ലേ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ പാഠം. വിൽ പവർ ഉണ്ടെങ്കിൽ അല്ലേ, ഞാൻ ഇന്നത് നേടും, എനിക്കിന്നത് കഴിയും എന്ന് നിങ്ങൾ 100% വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് നേടിയിരിക്കും നിങ്ങൾ എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന എന്താണ്? ഫിയർ, ഭയമുണ്ടെങ്കിൽ എങ്ങും എത്തില്ല അല്ലേ? സോ യു ഷുഡ് ഓവർകം യുവർ ഫിയർ, ഓൺലി ദെൻ യു ക്യാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ ഈ പാഠം നൽകുന്ന മറ്റു സന്ദേശം എന്താണ്? പാരൻസിൻ്റെ റോൾ അല്ലെ? ഈ സീകളുടെ പാരൻസ് നല്ലവരാണോ, അവർ ചെയ്ത് ദുഷ്ടതരമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതും? ദ സീഗൾസ് പാരൻസ് വർ വെരി ഗുഡ്, ദേ വർ ഗുഡ് പാരൻസ് അല്ലേ? വളരെ നല്ല പാരൻസ് ആയിരുന്നു. വാട്ട് എവർ ദേ ഡിഡ് വാസ് ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ്. അവരെന്ത് ചെയ്തോ അത് ആ സീകളിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരുന്നു അല്ലേ? ഈ പാരൻസ് ഒരു പക്ഷേ ഇവൻ കരഞ്ഞ കണ്ടുകൊണ്ട് പോയി അവന് ആഹാരം കൊടുത്തിരുന്നെങ്കിൽ അവൻ പറക്കുമായിരുന്നു. അടുത്ത ദിവസം ഇതുപോലെ കരഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസം ഇതുപോലെ കരഞ്ഞു അല്ലേ? ഒരിക്കലും അവൻ ജന്മത്തിൽ പിന്നെ പറക്കത്തേ ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം പാരൻസ് ചെയ്തു തന്നാൽ ഒരു കണക്കിന് അവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പോൾ എല്ലാം അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തു തന്നെ അവരോട് ദേഷ്യപ്പെടാനും പാടില്ല. അവരത് ചെയ്തു തരാത്ത എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണം, നമ്മളെ കൊണ്ട് നമ്മളത് ചെയ്യാൻ പഠിക്കണം. അതിന് വേണ്ടി പാരൻസ് ഒന്നും കാണത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ദിസ് സ്റ്റോറി ടീച്ചേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ്, തീം ഓഫ് ദി സ്റ്റോറിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരാം. ദിസ് സ്റ്റോറി ടീച്ചേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്തൊക്കെയാണ്? യെസ്, സെൽഫ് കോൺഫിഡൻസ് അല്ലേ? പിന്നെ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം അല്ലേ? അപ്പം നമ്മളെല്ലാവരും ആത്മാഭിമാനമുള്ളവരാണ് അല്ലെ? ഉള്ളവരാകണം. അതിന് നമ്മൾ എന്താകണം? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണം. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. ക്ലിയർ? അപ്പോൾ വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന മനോഹരമായൊരു പാഠമാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലയാൻ ഒ ഫ്ലഹർട്ടി അല്ലേ? ഈ പാഠം നിങ്ങൾ ജീവിതത്തിലും നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് ഇതൊരു മുതൽക്കൂട്ടായിട്ട് ഈ പാഠം നിങ്ങൾ മനസ്സിൽ കരുതണം. ഓക്കെ, ഇതിൽ നിന്നുള്ള മെസ്സേജും ഇത് നൽകുന്ന മോറൽ വാല്യൂസും ഒക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. പിന്നെ റിവ്യൂ ചോദിക്കാം, ആസ്വാദനക്കുറിപ്പ് ചോദിക്കാം. അപ്പോൾ കഥയുടെ സമ്മറി എഴുതിയിട്ട് അതിലെ ഭാഷയെക്കുറിച്ചും ഇത് നൽകുന്ന സന്ദേശം, ഇതിൻ്റെ പ്ലോട്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് അതിലെല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബോസാറായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓണം ഇനി അടുത്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരു ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരുപാട് പുറത്ത് പോയി ആൾക്കാർക്ക് മിങ്കിളൊന്നും ചെയ്ത്, കാരണം ചിലപ്പോൾ ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ അസുഖം വന്ന് കിടപ്പിലാവുന്ന അവസ്ഥയുണ്ട് അല്ലേ? എല്ലായിടത്തും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കഴിവതും അകലം പാലിച്ച് സുരക്ഷിതരായിരിക്കുക എല്ലാവരും അല്ലേ? വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. താങ്ക് യു.